ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നേർന്നതാണ്. സെൽഫ് അടിക്കുമ്പോഴും സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല, കിക്കർ അടിക്കുമ്പോഴും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാർബേറ്ററിനകത്താണ് അതിന് മെയിനായിട്ട് വരുന്ന പ്രോബ്ലം. കാരണം കാർബേറ്ററിനുള്ളിൽ ഈ ഇരിക്കുന്ന ഫ്ലോട്ട് വാൽവ് ജാമായിട്ട് പെട്രോൾ കാർബേറ്ററിലേക്ക് ഇറങ്ങുന്നുണ്ടായില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് പോലെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ വണ്ടി ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടികളിലുള്ള ഈ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോട്ട് വാൽവ് എന്തെങ്കിലും മാറ്റിയിടണം, കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന കേസുകളിൽ സ്വാഭാവികമായിട്ടും പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് ക്ലിയർ ചെയ്യാനും സാധിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പെട്രോൾ ഓവർഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കാർബേറ്ററൊക്കെ മാറ്റുന്ന കേസ് പരിഗണിക്കേണ്ടി വരും. അല്ലാതെ നമുക്കത് ക്ലിയർ ആവാൻ സാധ്യതയില്ല. തൽക്കാലം ഞാൻ ആ ഫ്ലോട്ട് വാൽവ് മാറ്റി കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സെൽഫ് അടിക്കാത്തതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ, സെൽഫ് അടിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റാണ്. അതായത് ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി വലിയ പഴക്കം തോന്നുന്നില്ല. പക്ഷേ ഞാൻ ആ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12 വോൾട്ടാണ് കാണിക്കണുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു മിക്കവാറും സെൽഫ് അടിച്ച് ചാർജ് ഇറങ്ങിയതായിരിക്കാം. അപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിലൂടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ബാറ്ററി ഒന്ന് അയച്ചിട്ടൊന്ന് ചാർജിലേക്ക് ഇടാം. ചാർജിലിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് അടിച്ച് നോക്കാം. വീണ്ടും ഇതേപോലെ തന്നെ കംപ്ലൈൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ ബാറ്ററി നമുക്ക് വാറണ്ടി ഉള്ള ബാറ്ററി ആണെങ്കിൽ വാറണ്ടിയിൽ അത് മാറ്റി എടുക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. മിക്കവാറും നമ്മൾ സ്റ്റാർട്ടായി കിട്ടാനുള്ള ബുദ്ധിമുട്ടിൻ്റെ ആയതുകൊണ്ട് സെൽഫ് അടിച്ച് അങ്ങനെ ഡിസ്ചാർജ് ചെയ്താവാനാണ് സാധ്യത. അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. കാർബേറ്ററിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്ലോട്ട് വാൽവ് മാറ്റിയാണ് കയറ്റണേ. പെട്രോൾ ഓവർഫ്ലോ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാർബേറ്റർ മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അത് പ്രത്യേകം അറിയാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം കൂടുതൽ ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഒട്ടുമിക്ക വണ്ടികളിലും പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ.